നാം സാധാരണ പല മതസ്ഥരുടെ ദേവന്മാരെ, അവരുടെ ചിത്രങ്ങൾ വീടുകളിലൊക്കെ ഫ്രെയിം ചെയ്തോ അല്ലെ കലണ്ടറുകളിലൊക്കെ തൂക്കി ഇട്ടിരിക്കുന്ന കാണാം. അതുപോലെ പുണ്യവാളന്മാർ, സിദ്ധന്മാർ, വിശുദ്ധന്മാരെന്ന് ചിന്തിക്കുന്നവർ, ആൾ ദൈവങ്ങൾ, ഇങ്ങനെയുള്ളവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ ആ ചിത്രങ്ങൾക്ക് ചുറ്റും ഒരു മുഖത്തിന് ചുറ്റും, തലയ്ക്ക് ചുറ്റും ഒരു വൃത്താകൃതിയിലുള്ള ഒരു പ്രകാശം കാണാറുണ്ടല്ലോ. അതാണ് അവരെ എടുത്ത് വ്യത്യസ്തരാണെന്ന് കാണിക്കുന്ന കാര്യം. സെയിൻറ്റ്, ഒരു വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് ചുറ്റുമുള്ളൊരു പ്രകാശവൃത്തം ഉണ്ട് എന്നുള്ളതാണ്. ഹാലോ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഹാലോ, എ ഗ്ലോ ഓഫ് ദ ഫേസ്, മുഖത്തിൻ്റെ ഒരു കാന്തി, ശോഭ. ഈ മുഖത്തിൻ്റെ ഈ ശോഭ, ഇതെങ്ങനെ ഇത് വന്നു? എവിടുന്ന് ഈ ഐഡിയ ഉണ്ടായി? ഈ ഐഡിയ ഉണ്ടായി വന്നിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ ഉള്ള ഒരു സംഭവത്തിൽ നിന്നാണ്. മോശ സിനായി മലയിൽ 40 ദിവസം രാവും പകലും ദൈവസന്നിധിയിൽ ചിലവഴിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് മോശയുടെ മുഖത്ത് ഒരു പ്രകാശം കാണുവാനായിട്ടിടയായി തീർന്നു. പൗലോസ്, ഇതാണ് ഞാൻ ഈ പറഞ്ഞ ചിത്രത്തിൻ്റെ പിമ്പിലുള്ള പശ്ചാത്തലം. എന്നാൽ നാം അവിടുന്ന് കാര്യം വിടുകയാണ്. പൗലോസ് പഴയ നിയമത്തിലെ ജീവിതം, പഴയ നിയമത്തിലെ ജീവിതത്തിൻ്റെ സാധ്യത, ആത്മീകത, അതിൻ്റെ സ്വാതന്ത്ര്യം, അതിൻ്റെ മഹത്വം, അതിലുള്ള തേജസ്, അതും പുതിയ നിയമജീവിതം, അതിൻ്റെ സാധ്യത, അതിലുള്ള ജീവൻ, അതിലുള്ള ജീവിത മഹത്വം, തേജസ്, ഇത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ഒന്ന് താരതമ്യപ്പെടുത്തുകയാണ്. അവിടെ ഈ മോശയുടെ മുഖം കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 13 തുടങ്ങി 15 വരെയുള്ള ഒരു വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപട്ടമിട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങിപ്പോകാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. ഇത്രയും ഭാഗം നമുക്ക് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ 2 ജീവിത പ്രമാണങ്ങളുടെ താരതമ്യം നാം കാണുകയാണ്. 2 തത്വങ്ങളുടെ, 2 ഉടമ്പടികളുടെ താരതമ്യമാണ് നാം കാണുന്നത്. അവിടെ ഇപ്പം നാം വായിച്ച ഭാഗത്ത് ശ്രദ്ധേയമായി കാണുന്ന ഒരു കാര്യം, ദ ഗ്ലോ ഇൻ ദ ഫേസ് ഓഫ് മോസസ്, മോശയുടെ മുഖത്തെ തേജസ്. ഈ കാര്യം ഇവിടെ പറയുമ്പോൾ ആദ്യമായി 3 കാര്യം ശ്രദ്ധേയമായിട്ടുണ്ട്. ഒന്ന്, പഴയ നിയമം അല്ലെങ്കിൽ പഴയ ഉടമ്പടി, കവനന്റ്, പഴയ ഉടമ്പടിയിൽ ഒരു തേജസ് ഉണ്ടായിരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് പഴയ നിയമ ഭക്തന്മാരെ ഇത്ര മഹാത്മ്യമുള്ളവരായി, ശ്രദ്ധേയരായി, അനുകരണീയരായി, നമ്മുടെ വിശ്വാസത്തെ ചാലഞ്ച് ചെയ്യുന്നവരായി, പല കാര്യത്തിലും മാതൃകളായി നാം കൈക്കൊള്ളാൻ കാര്യം എന്താണ്? There was a glory in the old covenant. പഴയ ഉടമ്പടിയിൽ ഒരു മഹത്വമുണ്ടായിരുന്നു, ഒരു തേജസ് ഉണ്ടായിരുന്നു. അവരെ ആ മാർഗത്തിൽ, തേജസ്സിൻ്റെ മാർഗത്തിലേക്ക് ഉയർത്തുന്ന ഒരു വിളി പഴയ ഉടമ്പടിയിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, പഴയ നിയമത്തിലുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ ഉള്ള ജീവിത മഹത്വം,
അതുകൂടാതെ നമുക്കവിടെ കാണാൻ കഴിയുന്ന കാര്യം, ഈ ജീവിതത്തിൻ്റെ മഹത്വം അതിനൊരു മഹിമയുണ്ടെങ്കിൽ തന്നെയും ഈ മോശയുടെ മുഖത്തുണ്ടായിരുന്ന ആ പ്രകാശത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രകാശം ഷോർട്ട് ലിവ്ഡ് ആണെന്ന് നാം കാണും. മോശയുടെ മരണം വരെ അതുണ്ടായിരുന്ന ഇല്ല. ഇറ്റ് വാസ് എ ഫെയ്ഡിങ് ഗ്ലോറി. അത് വേഗം നീങ്ങിപ്പോകുന്ന ഒരു മഹത്വമായിരുന്നു. സാധാരണ നല്ലൊരു കൂട്ടായ്മയൊക്കെ കഴിഞ്ഞ് ആഴ്ചത്തെ ഒരു അനുഗ്രഹമൊക്കെ കഴിയുമ്പോൾ ഒരു പ്രത്യേക മഹത്വം, ഒരു പ്രത്യേക തേജസ്, ഒരു പ്രത്യേക മുഖത്തുള്ള ആനന്ദത്തിൻ്റെ ഒരു റേഡിയൻസ് ഗലാത്യ സഭയോട് പറയുന്ന പോലെ, വാട്ട് ഹാപ്പൻ ടു യുവർ സെൻസ് ഓഫ് ബ്ലെസ്സിങ്? നിങ്ങളുടെ ആ ഭാഗ്യപ്രശംസ, നിങ്ങളുടെ ആ അനുഗ്രഹത്തിൻ്റെ പ്രതീതിക്ക് എന്ത് പറ്റി? കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ അല്ലായിരുന്നല്ലോ കണ്ടത്. സോ ഇറ്റ് വാസ് എ ഫെയ്ഡിങ് ഗ്ലോറി, ദ ഗ്ലോറി ഓഫ് ദി ഓൾഡ് കോവനന്റ്. പഴയ ഉടമ്പടിയിലെ മഹത്വത്വം അത് നീങ്ങിപ്പോകുന്ന മഹത്വമായിരുന്നു. എന്നിട്ട് പൗലോസ് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ഈ നീങ്ങിപ്പോകുന്ന മഹത്വം തന്നെ നോക്കുന്ന ഇസ്രായേൽ മക്കൾ കാണാതിരിക്കേണ്ടതിന് മോശ മുഖത്തൊരു മൂടുപടമിട്ടു. Put a veil over his face. Don't keep your hope on this. നിങ്ങളുടെ പ്രത്യാശ ഇതിൽ വെക്കരുത്. It is fading, it won't remain, it's short-lived. ഇത് അല്പകാലത്തിലേക്ക് നിൽക്കുകയുള്ളൂ, ഇത്ര മാത്രം ഇതിനെ പ്രത്യാശിക്കരുത്. അതുകൊണ്ട് മോശ എന്ത് ചെയ്തു? He kept his glory hidden. തൻ്റെ തേജസ് മറച്ചു വെച്ചു. അപ്പം നാം ഇപ്പോൾ വായിച്ച ഭാഗത്ത് നാം കാണുന്നത് ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു പഴയ ഉടമ്പടിയുടെ മഹത്വത്തിന്. എന്നിട്ട് അപ്പോസ്തലൻ പറയുന്ന കാര്യം, മോശയെ വായിക്കുമ്പോഴൊക്കെയും മോശയുടെ ന്യായപ്രമാണം വായിക്കുമ്പോഴൊക്കെയും വായിക്കുന്നവരുടെ മുഖത്തും ഈ മൂടുപടമുണ്ട്. മോശ മുടവിടുക മാത്രമല്ല, മോശ പ്രതിദാനം ചെയ്യുന്ന പഴയ നിയമം, ന്യായപ്രമാണം, അത് വായിക്കുന്നവരുടെ മുഖത്തും ഒരു മൂടുപടമുണ്ട് എന്നാണ് വായിക്കുന്നത്. അത് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് നമ്മൾ നടക്കുമ്പോൾ തിങ്സ് ആർ ക്ലിയർ, നമ്മൾ നടക്കുന്നു, കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ട്, എവിടെ നിന്ന് മാറി നടക്കണം. അതേസമയം നമ്മുടെ മുഖത്തൊരു മൂടിയിട്ടിട്ട് നടന്നാൽ എങ്ങനെ ഇരിക്കും? ആ നടക്കുന്നതിന്, കണ്ണ് കണ്ടുകൊണ്ട് നടക്കുന്നതിൻ്റെ കോൺഫിഡൻസ് കാണത്തില്ല. നമ്മൾ വളരെ ശ്രദ്ധിച്ച് കാല് വെച്ച് എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നമ്മൾ ശ്രദ്ധിച്ച്, വി ആർ നോട്ട് ക്ലിയർ. നമുക്ക് വ്യക്തതയില്ല കൃത്യമായിട്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നത്. am I right or wrong? ഞാൻ നേരെയാണോ തെറ്റിയാണോ ഈ പോകുന്നത്? പഴയ നിയമത്തിൻ്റെ ഒരു പ്രശ്നമായി പറഞ്ഞിരിക്കുന്നത്, പഴയ നിയമത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ സൂക്ഷിക്കേണ്ട നിബന്ധനകൾ, ദൈവിക ബന്ധത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവിക വഴികൾ, ഒരുപാട് കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചില വലിയ സൗധങ്ങളിലും മാളുകളിലും ഒക്കെ കയറി കഴിഞ്ഞാൽ, അകത്ത് ചെന്ന് കഴിഞ്ഞാൽ റൈറ്റ് വേ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. ചില വലിയ ഇടങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വലിയ പിക്ചേഴ്സ് കാണും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണും. എന്താണെന്നറിയാമോ? നമുക്ക് വേർ വി സ്റ്റാൻഡ്, നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്, വാട്ട് ഈസ് എ വേ ഔട്ട്, പുറത്തോട്ട് വേണ്ടത് എങ്ങനെയാണ്, അത് വ്യക്തത കാണത്തില്ല. അപ്പം അവിടെ ഇടയ്ക്കിടയ്ക്ക് വലിയ പിക്ചേഴ്സ് കാണും. യു ആർ സ്റ്റാൻഡിങ് ഹിയർ. വലിയ ആ ഭൂപ്രദേശത്തിൻ്റെ പടവും കെട്ടിടങ്ങളുടെ പടവും നിങ്ങൾ നിൽക്കുന്ന ഇതിൻ്റെ എല്ലാം ഇത് കാണിച്ച ശേഷം നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയും. പഴയ നിയമത്തിൻ്റെ പ്രശ്നം, പീപ്പിൾ കുഡിന്റ് ലൊക്കേറ്റ് വേർ ദേ ആർ. അവരെവിടെയാണെന്നൊരു പിടിയും കിട്ടത്തില്ല. കാരണം എന്ത് ചെയ്താലും കുറ്റബോധമാണ്. തങ്ങൾ ചെയ്യുന്ന നിയമത്തിൻ്റെ ആചാരണങ്ങൾ കൂടി ആരാധകന് തൃപ്തി വരുന്നില്ല.
അവർ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അവരിൽ പ്രസാദിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അവർക്കൊരു അഷ്വറൻസ് കിട്ടുന്നില്ല. അവരുടെ ജീവിതാവസാനത്തിലേക്ക് വരുമ്പോൾ അവർ തുടങ്ങി വെച്ച ഈ ആത്മീയ തുടക്കം എവിടെ എത്തുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. ഓൾഡ് ടെസ്റ്റമെന്റ് വാസ് ഇൻകൺക്ലൂസീവ് ഫോർ ദം. പഴയ ഉടമ്പടി അവർക്ക് അവ്യക്തത കൊണ്ടുവന്നിരുന്നു, അവർക്ക് ഉറപ്പ് നൽകിയിരുന്നില്ല. കാരണം പഴയ നിയമത്തിൽ എപ്പോഴും ഒരു മൂടുപടം നിൽക്കുകയാണ്, ക്ലാരിറ്റി കിട്ടുന്നില്ല. പഴയ നിയമത്തിൽ വരുവാനുള്ള മെശിഹായുടെ സൂചനകൾ ധാരാളം കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ തന്നെയും ആ സൂചനകൾക്കപ്പുറത്തേക്കുള്ളൊരു മുഖം, ഒരു വ്യക്തി, ഒരാളത്വം, ആളുടെ പ്രവൃത്തി, അത് മുഖാന്തരം സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തെളിച്ചമുണ്ടായിരുന്നില്ല. ഇന്ന് പുതിയ നിയമത്തിൽ നാം കാണുന്നത് പോലെ തിങ്സ് വെയർ നോട്ട് ക്ലിയർ, തെളിച്ചമുണ്ടായിരുന്നില്ല. ആ മൂടുപടം നിലനിൽക്കുകയായിരുന്നു. ഇത് പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളുടെ പ്രശ്നം മാത്രമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പുതിയ നിയമസഭകൾ എന്ന് വിചാരിക്കുന്ന കൂട്ടങ്ങളിൽ, പഠനങ്ങൾ ഉണ്ട് എന്ന് കരുതുന്ന ഇടങ്ങളിൽ കൂടി വരുന്ന ആളുകളെ സംബന്ധിച്ചോളം ഞാൻ ഈ പറഞ്ഞ പോലെ മൂടുപടം ഇട്ട വിശ്വാസികളാണ് ഒട്ട് അനവധേയം. They are not clear about what they are at. അവർക്ക് വ്യക്തതയില്ല അവരെന്തിലേക്കായി പോകുന്നത്, അവരെന്തായി വിശ്വസിക്കുന്നത്. പഴയ നിയമത്തിലെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആചരിക്കുന്നവർക്ക് തന്നെ പ്രയോജനമില്ലായിരുന്നു ഈ ആചരണത്തിൻ്റെ ഉദ്ദേശം എന്നാണ്. ഈ പാട്ട് പാടിക്കഴിഞ്ഞ് പാട്ട് എല്ലാവരും പാടുന്ന സന്തോഷിക്കും, പ്രൈസ് ലോർഡ്, ദാറ്റ്സ് എൻഡ് ഓഫ് ഇറ്റ്. വചനം കേട്ടു, അതും കൊള്ളാം, നന്നായിരുന്നു, പ്രൈസ് ലോർഡ്, നന്നായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇറ്റ് വാസ് നന്നായിരുന്നു, അനുഗ്രഹമായിരുന്നു. ഓ വാട്ട് ആർ യു വാറ്റ്? നിങ്ങൾ എന്തിലേക്കായി പോകുന്നത്? നിങ്ങൾ എന്തിലേക്കാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്? നിങ്ങൾ എവിടെ നിന്ന് എവിടെ വരെ ആയി? പീപ്പിൾ couldn't locate themselves, not hope for better. തങ്ങൾ എവിടെയായിരിക്കുന്നു എന്നുള്ളത് അറിയത്തുമില്ല, ഉത്തമമായിരിക്കുന്നതിനെ പ്രത്യാശിക്കാനും കഴിയാത്ത ആകമാനമുള്ള ഒരാശയക്കുഴപ്പത്തിൻ്റെ അവസ്ഥ. ഈ അവ്യക്തത, ഈ വെയിൽ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ആ അന്നത്തെ ഇസ്രായേൽ മക്കളോട് ചേർന്ന പുതിയ നിയമ വിശ്വാസികൾക്കും ഉണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വന്നു എന്ന് നിരൂപിക്കുന്നവരെ സംബന്ധിച്ചോളം ആകെ അറിയാവുന്ന കാര്യമായിട്ട് എന്താ ഉള്ളത്? നമ്മുടെ കർത്താവ് നല്ലവനാണ്, നമ്മെ നടത്തും, ഇത്രത്തോളം നമ്മെ പരിപാലിച്ചു, ഇനിയും പരിപാലിക്കും. പിന്നെ നമ്മളേറ്റവും ചേർത്ത് മാറോടുകൂടെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ, നമ്മളെ കൈക്ക് പിടിച്ചു കൊണ്ട് നടക്കുന്ന കർത്താവ്. ഈ വാക്യമൊക്കെ പൗലോസിൻ്റെ ഏത് ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നതോടൊന്ന് കോട്ട് ചെയ്തേച്ച് പറയും. നമ്മളെ കൈക്ക് പിടിച്ച് നടക്കുന്ന കർത്താവ്, നമ്മളെ എടുത്തുകൊണ്ട് നടക്കുന്ന കർത്താവ്, എവിടെ പോയാലും കൂടെ വരുന്ന കർത്താവ്. വി ആർ നോട്ട് ക്ലിയർ വാട്ട് ദ ഗോസ്പൽ ഈസ്. സുവിശേഷം എന്താണെന്നുള്ള വ്യക്തതയില്ല. അല്ലെങ്കിൽ പണ്ടൊക്കെയാണെങ്കിൽ, ഇപ്പം അതും പറയുന്നില്ല, പണ്ടൊക്കെ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു, രാജാവായി വീണ്ടും അഞ്ചാമതൊരു കാര്യം കൂടെ പറയാമോ, നമ്മളെ നടത്തുന്നു. പിന്നെ വി ആർ നോട്ട് ക്ലിയർ വാട്ട് വി ബിലീവ്. നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് തന്നെ വ്യക്തതയില്ല. ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. എന്താ എൻ്റെ കാര്യം? മുഖത്ത് ഈ മൂടുപടം നിൽക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, അറിഞ്ഞു, കർത്താവിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും ആ കർത്താവ് ആരാണെന്ന് ഒന്ന് പറയാമോ? ചില ആഴ്ചകളിലൊക്കെ പറയും, കഴിഞ്ഞ ആഴ്ച എനിക്ക് പരീക്ഷ കർത്താവ് വിജയം തന്നു എന്ന് പറയും. പിന്നെ ആ കർത്താവ് ആരാണെന്ന് പറയാമോ? ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു, കർത്താവ് എന്നെ ആശ്വസിപ്പിച്ചു. Christ came to the world. കർത്താവ് ലോകത്തിലേക്ക് വന്നത് പരീക്ഷ പാസ്സായിക്ക് എന്നെ ആശ്വസിപ്പിക്കുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ് കേട്ടോ, എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെയും കണ്ണുനീര് തുടച്ചിട്ടുണ്ട്. ബട്ട് ഗോസ്പൽ ഈസ് മച്ച് മോർ. സുവിശേഷം അതിന് എത്രയോ അപ്പുറത്തുള്ളൊരു കാര്യമാണ്. ഈ കാര്യത്തിൽ there is a veil. അതുകൊണ്ട് ദൈവമക്കൾ ജീവിക്കുന്ന ജീവിതം വളരെ ലിമിറ്റഡ് ആണ്, പരിമിതപ്പെട്ട് ജീവിക്കുകയാണ്.
നമ്മുടെ സാധ്യത എന്ന് പറയുന്നത് ആകാശത്തിൽ കൂടി പറക്കുവാനുള്ള സാധ്യതയാണ്. God's people are people with wings. പറക്കാൻ ചിറകുകൾ ഉള്ളവരാണ്. അതിനു വേണ്ടി ഉള്ളൊരു വീണ്ടും ജനനമാണ് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക ജനനം. എന്നാൽ നമ്മുടെ ചിറകുകളെല്ലാം കട്ട് ചെയ്തിരിക്കുന്നു, കൂട്ടിലിരിക്കുന്ന പക്ഷികളെ പോലെ. We can't live our possibility. നമ്മുടെ സാധ്യത നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുന്നില്ല. Because it's a veil. മൂടുപടം. ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് പൗലോസ് എബ്രായ ലേഖകൻ എബ്രായ വിശ്വാസികളോട് പറയുന്ന കാര്യം, അവനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനായിട്ടുണ്ട്. We have so much to say of him. ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനായിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. യു കാൺട്ട് ഗെറ്റ് ഇറ്റ്. നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾക്കത് കിട്ടത്തില്ല. കാരണം എന്താണെന്നറിയാമോ? വൈ? യു ഹാവ് എ വെയിൽ. നിങ്ങൾക്കൊരു മൂടുപടമുണ്ട്. ദൈവമക്കളുടെ നമ്മളെ വിളിയെന്ന് പറഞ്ഞാൽ എത്ര ആയുസ് നമുക്കുണ്ടോ അത്രയും ആയുസിൽ നമ്മൾ ഇടയോഗം കൂടി ഞായറാഴ്ചയോഗം കൂടി പാട്ടുകളും പാടി സന്തോഷമായിട്ട് ഇനി മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോകുമെന്ന് പറയുന്ന അങ്ങനെയുള്ളൊരു റൊട്ടീൻ ലൈഫ് ആചരിച്ചു പോകുന്നവർക്ക്, സഭായോഗം ആചരിച്ചു പോകുന്നവർക്ക്, കർത്തമേശ ആചരിച്ചു പോകുന്നവർക്ക്, ആരാധന ആചരിച്ചു പോകുന്നവർക്ക്, ഇങ്ങനെ ആചരിച്ചു പോകുന്ന ഒരു പതിവുമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമല്ല നമ്മുടെ ജീവിതം. എബ്രായ ക്രിസ്ത്യാനികളുടെ ജീവിതം അവിടെ ഏതാണ്ട് വന്ന് തട്ടി നിൽക്കുകയാണ്. വൈ? There are 101 good things about them in the past. അവരെ സംബന്ധിച്ചോളം അനേക ഉത്തമ കാര്യങ്ങൾ അവരെ പുറകിൽ പറയാനായിട്ടുണ്ട്. ദ കൈൻഡ് ഓഫ് സ്റ്റെപ്പ് they took, അവരെടുത്ത നിലപാട്, അവരെടുത്ത ചുവടുകൾ, അവർ സഹിച്ച കഷ്ടപ്പാടുകൾ, അവരുടെ ജീവിതം വന്ന വഴികൾ, ഇതൊക്കെയാണെങ്കിൽ തന്നെയും സമയം കഴിഞ്ഞ് വന്നപ്പോൾ അവർക്ക് പിന്നെ ആ മുഖം മൂടി നിൽക്കുകയാണ്. ക്രൈസ്റ്റ് ഈസ് ഹിഡൻ. യേശുവിൻ്റെ വിശ്വാസികളെന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാലും അതിനപ്പുറത്ത് കുറച്ചുകൂടെ സ്പെഷ്യലായിട്ടൊരു പുത്തൻ പേര് വെച്ചൊക്കെ പറഞ്ഞാലും how much Christ is unveiled. ക്രിസ്തു എത്രമാത്രം മറനീക്കി കാണപ്പെടുന്നു എന്നുള്ള ഒരിടത്തേക്കാണ് പഴയ നിയമജീവിതവും പുതിയ നിയമജീവിതവുമായിട്ട് നമുക്ക് തരംതിരിച്ച് കണ്ടു തുടങ്ങുവാനായിട്ട് കഴിയും. വിശ്വാസികളധികവും ജീവിക്കുന്നത് എവിടെയാണ് ജീവിക്കുന്നത്? പഴയ ഉടമ്പടിയിലെ ദൈവിക ബോധത്തിൽ, പഴയ ഉടമ്പടിയിലെ ദൈവിക അനുഗ്രഹത്തിൽ. കർത്താവ് അങ്ങനെ നടത്തും. കർത്താവ് എവ്രിതിങ് പഴയ നിയമത്തിലെ എല്ലാം നാം എന്ത് പഴയ നിയമത്തിൽ നാം പരിചയിച്ചു വന്ന് ഹൗ ടു പ്ലീസ് ഗോഡ്, എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്, അതും പഴയ നിയമ ഭക്തന്മാർ ചെയ്ത വിധത്തിൽ. പിന്നെ നമ്മുടെ മാതൃകൾ, നമ്മുടെ പ്രസംഗ വിഷയം എന്താണ്? എല്ലാം പഴയ നിയമ ഭക്തന്മാരാണ്. പഴയ നിയമത്തിൽ നിന്നാണ് പ്രസംഗങ്ങളെല്ലാം. ദാവീദ്, അബ്രഹാം, ദാനിയേൽ, ജോസഫ്, മുഴുവൻ അതാണ്. അത് പറയരുത് ഞാൻ പറഞ്ഞിട്ടില്ല, ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഞാനത് പറയാറുണ്ട്. പക്ഷെങ്കിൽ ഏത് കാര്യം പഴയ നിയമത്തിൽ ഉദ്ധരിച്ചാലും ഇഫ് ഇറ്റ് ഹാസ് ടു ബി കൺക്ലൂസീവ്, ആ പഴയ നിയമത്തിലെ കാര്യങ്ങൾ അർത്ഥവത്തായി നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്രിസ്തുവിനോട് മുട്ടിക്കണം. നിങ്ങളൊന്ന് ആലോചിക്ക്, അക്കരെ എത്തിക്കാത്തൊരു പാലത്തെക്കുറിച്ച് എന്ത് പറയുന്നു? അങ്ങനെ ഉണ്ടല്ലോ, ഒരുപാട് പാലങ്ങളുണ്ടല്ലോ പകുതി നിർത്തിയിരിക്കുന്നത്. ഈ പഴയ നിയമം മാത്രം പറയുമ്പോൾ ആറിൻ്റെ നടുക്കുകൊണ്ട് നമ്മളെ നിർത്തിയിരിക്കുകയാണ്. കേട്ട ശേഷം എല്ലാവർക്കും മടങ്ങി പഴയ കരയിലേക്ക് തന്നെ തിരിച്ചു പോകാം. ദേ കാൺ ക്രോസ് ഓവർ. അവർക്ക് മറുകരയിലേക്ക് വരാൻ കഴിയുന്നില്ല. പഴയ നിയമഭക്തന്മാരുടെ മാതൃകൾ കൊള്ളാം, അവരുടെ സത്യസന്ധത നന്നായിരിക്കുന്നു, അവരുടെ ജീവിതത്തിലെ വിശ്വസത നന്നായിരിക്കുന്നു, അവരെടുത്ത തീരുമാനങ്ങൾ നന്നായിരിക്കുന്നു, എവറിത്തിങ് ഗുഡ്, എനിക്കത് പാലിക്കണം. ഗോസ്പൽ ഈസ് മച്ച് മോർ. പുതിയ ഉടമ്പടി അതിന് വളരെ അപ്പുറത്തുള്ളൊരു കാര്യമാണ്. സോ പുതിയ ഉടമ്പടിയുടെ ആരംഭം
ആ പഴയ നിയമ ജീവിത തത്വത്തിൽ നിന്നുള്ളൊരു ക്രോസ് ഓവർ ആവശ്യമാണ്, ട്രാൻസിഷൻ ആവശ്യമാണ്. നമ്മൾ ഈ രൂപാന്തരത്തെക്കുറിച്ച് പറയുമല്ലോ, രൂപാന്തരം, ട്രാൻസ്ഫർമേഷൻ cannot take place unless we know what is transition from the old to the new. പഴയ ഉടമ്പടിയിൽ നിന്ന് പുതിയ ഉടമ്പടിയിലേക്ക് ഒരു മാറ്റം വരാത്തിടത്തോളം കാലം രൂപാന്തരം നടക്കത്തില്ല. ട്രാൻസിഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ. പഴയ ഉടമ്പടിയിൽ നിന്നേച്ച് നമ്മൾ ഉപവസിച്ച് നിന്നുകൊണ്ട് നോക്കിയാലും, ഏതെല്ലാം രീതിയിൽ പ്രവർത്തിച്ച് നോക്കിയാലും, എന്നെല്ലാം രീതിയിൽ പ്രാർത്ഥിച്ച് നോക്കിയാലും, യുവർ ബേസ് in the absence of Christ cannot bring you to the fulfillment of the promises of God. നിങ്ങളായിരിക്കുന്ന ഇടം, നിലപാട് യേശുക്രിസ്തുവിന്റെ അഭാവത്തിൽ നിങ്ങളെ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് കെട്ടിപ്പടുക്കുവാൻ പര്യാപ്തമല്ല. ക്രൈസ്റ്റ്, നാം വായിക്കുന്നു 15-ാം വാക്യത്തിൽ വായിക്കുന്നു, ആ മൂടുപടം അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. ആ മൂടുപടം എവിടെ നീങ്ങിപ്പോകുന്നു? ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മൂടുപടം ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. Where Christ is, there is no veil. Hallelujah. പഴയ നിയമത്തെ നോക്കുമ്പോൾ, മോശയെ വായിക്കുമ്പോൾ, അതിൽ നമ്മുടെ ശ്രദ്ധ കൊടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ഭക്തി അവിടെ കണ്ടെത്തുമ്പോൾ, ആ മാർഗത്തിൽ നാം നടക്കുമ്പോൾ, there is veil, അവിടെ മൂടുപടമുണ്ട്. ഈ മൂടുപടം എവിടെ മാറുന്നത്? When Christ come into the scene, ആ പശ്ചാത്തലത്തേക്ക് ക്രിസ്തു വരുമ്പോൾ പഴയ നിയമത്തിനും അർത്ഥമുണ്ട്, അവിടുത്തെ യാഗങ്ങൾക്ക് അർത്ഥമുണ്ട്, അവിടെ പറഞ്ഞിരിക്കുന്ന ജീവിത പ്രമാണങ്ങൾക്ക് അർത്ഥമുണ്ട്, അവിടുത്തെ ഭക്തന്മാർക്ക് അർത്ഥമുണ്ട്. ഇതെല്ലാം മാറിപ്പോകുന്നത് യേശു ക്രിസ്തുവിലാണ്. ആമേൻ. യേശു ക്രിസ്തുവിൽ മൂടുപടമില്ല. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം യേശു ക്രിസ്തുവാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് ഈസ് എ ഷാഡോ. പഴയ ഉടമ്പടി എന്ന് പറയുന്നൊരു നിഴലാണ്. ദാറ്റ് ഈസ് നോട്ട് റിയൽ. അതല്ല യാഥാർത്ഥ്യം. നിഴല് എപ്പോഴും കാണിക്കുന്നത് ദർ ഇസ് എൻ ഒബ്ജക്റ്റ്. വെറുതെ എപ്പോഴേലും ചുമ്മാ ഒരു നിഴൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? വെറുതെ ഒരു നിഴൽ കണ്ടിട്ടുണ്ടോ? എപ്പോഴൊരു ഒബ്ജക്റ്റ്, എപ്പോഴൊരു വസ്തുതയുള്ളപ്പോൾ അതിൽ തട്ടി, സൂര്യപ്രകാശം തട്ടിയ ലൈറ്റ് തട്ടിയിട്ടാണ് നിഴൽ വരുന്നത്. പഴയ ഒരു നിഴൽ മാത്രമാണ്. അതിൻ്റെ പൊരുളാരാണ്? അതിൻ്റെ അന്തസത്ത, അതിൻ്റെ സത്യമിരിക്കുന്ന എവിടെയാണ്? ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവാണ് പഴയ നിയമത്തിൻ്റെ പൊരുള് വന്നു കഴിയുമ്പോൾ ദ വെയിൽ ഈസ് ഗോൺ. മൂടുപടം നീങ്ങിപ്പോകുന്നു. ആമേൻ. യേശു ക്രിസ്തുവാണ് പഴയ നിയമത്തിൻ്റെ പൊരുൾ. യേശു ക്രിസ്തുവാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും ചൂണ്ടിക്കാണിക്കുന്ന ആത്യന്തികമായിരിക്കുന്ന ദൈവിക സൂചന. യേശു ക്രിസ്തുവാണ് വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നവൻ. യേശു ക്രിസ്തുവാണ് എന്നേക്കുമുള്ള പാപത്തിൻ്റെ ശുദ്ധീകരണം വരുത്തിയ ശേഷം എന്നേക്കുമുള്ള രക്ഷ സാധിച്ചാക്കിയിരിക്കുന്നവൻ. യേശു ക്രിസ്തുവാണ് നമ്മെ അങ്ങേയറ്റം രക്ഷിപ്പാൻ പ്രാപ്തന് നീ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവാണ് അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള മറ നീക്കി പ്രവേശനം സാധ്യമാക്കിയിരിക്കുന്നവൻ. എവ്രിതിങ്, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ് നമുക്ക് സാധ്യമാക്കി തീർക്കുന്ന, പകർന്നിരുന്ന, നമ്മുടെ അവസ്ഥയെ വാനോളം സ്വർഗത്തോളം യേശു ക്രിസ്തുവോളം ഉയർത്തുന്ന ആ ദൈവിക മാർഗം യേശു ക്രിസ്തുവാണ്. ക്രൈസ്റ്റ് ഈസ് എവ്രിതിങ്. ക്രൈസ്റ്റ് ഈസ് എവ്രിതിങ്. ഇത് നമ്മൾ കാണുന്നത് വരെ ഫലത്തിൽ നമ്മുടെ ജീവിതമെല്ലാം പഴയ നിയമത്തിലാണ്. അവിടെ പ്രത്യാശയില്ല, അവിടെ കുറ്റബോധത്തിൽ ജീവിക്കുകയാണ്. ആത്മജീവിതത്തിൽ എത്ര കഴിഞ്ഞാലും തൃപ്തിയില്ല, ആശയക്കുഴപ്പവും കൺഫ്യൂഷനുമായിട്ട് ജീവിക്കുകയാണ്. പുതിയ നിയമ ഭാഷ നമുക്ക് ഉപയോഗിക്കാം, പഴയ നിയമ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കാനായിട്ട് കഴിയും. ക്രൈസ്റ്റ് നമ്മുടെ അകത്ത് വർദ്ധിച്ചു വരേണ്ട ഒരു കൺഫ്യൂഷൻ ക്രൈസ്റ്റ് എന്നുള്ളതാണ്, ക്രിസ്തു എന്നുള്ളതാണ്. പത്രോസോട് ചോദിച്ചില്ലേ, ജനങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? ജനങ്ങൾ ആരെന്ന് പറയുന്നു? നമ്മുടെയൊക്കെ ഉള്ളിൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തതയോട് പറയുന്നത് പലർക്ക്, വിശ്വാസികൾക്ക് എളുപ്പമല്ലത്. എന്നാൽ പത്രോസ് വയ്ക്കുന്ന ആ പ്രയോഗം കണ്ടോ? thou art Christ, നീ ക്രിസ്തു ആകുന്നു. thou art. നമ്മുടെ ഉള്ളിൽ നിന്നും ആ കൺഫെഷൻ
എപ്പോഴും വന്നുകൊണ്ട് ക്രൈസ്റ്റ് യു ആർ, ക്രൈസ്റ്റ് യു ആർ. അവിടുന്നാണ് ഈ ഉത്തരം, അവിടുന്നാണ് ദൈവത്തിൻ്റെ മാർഗം, അവിടുന്നാണ് എൻ്റെ രക്ഷ, അവിടുന്നാണ് എൻ്റെ നീതിയും തേജസ്കരണവും, അവിടുന്നാണ് എൻ്റെ ഉദ്ധാരണം, അവിടുന്നാണ് എൻ്റെ വീണ്ടെടുപ്പ്, അവിടുന്നാണ് പിതാവിൻ്റെ വാഗ്ദത്തം, അവിടുന്നാണ് ദൈവത്തിൻ്റെ ഉത്തരം, അവിടുന്നാണ് എൻ്റെ ജീവൻ, എൻ്റെ ജീവിതം, എൻ്റെ മഹത്വം. എവരിതിങ് ഈസ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ നടത്തിപ്പിനും, എങ്ങോട്ട് തിരിഞ്ഞാലും എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഓജസ്സിനും, എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ശക്തിക്കും, എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ നടപ്പിനും ഞാൻ അക്ഷരങ്ങളും ഉപദേശങ്ങളും അല്ല കാണുന്ന ക്രൈസ്റ്റ്, ക്രിസ്തു. ഇത് നമ്മുടെ അകത്ത് ഈ വ്യക്തത വർദ്ധിച്ചു വച്ചു വരണം എന്ന് പറഞ്ഞാൽ, നേരത്തെ നാം വായിച്ചു അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകും. ക്രിസ്തുവിൽ നീങ്ങിപ്പോയി, ശരിയാ. Therefore what? എനിക്കിത് നീങ്ങിപ്പോകണം, അപ്പോഴല്ലേ ഇതിൽ കാര്യമുള്ളൂ, അപ്പോഴല്ലേ ഇതിൽ കാര്യമുള്ളൂ. What is true in Christ should become experiential to me. ക്രിസ്തുവിൽ സത്യമായിരിക്കുന്നത് എനിക്ക് അനുഭവഭേദ്യമായി തീരണം. It should be mine. എൻ്റെ മുമ്പിൽ നിന്ന് ഇതൊന്ന് നീങ്ങിപ്പോകണം. Hallelujah. I want to see. എനിക്ക് കാണണം. എൻ്റെ മുമ്പിൽ നിന്ന് മൂടുപടം നീങ്ങിപ്പോകണം. എനിക്ക് വ്യക്തത ഉണ്ടാകണം. How many has this prayer? എനിക്ക് വ്യക്തത വേണം. എങ്ങനെയാ ക്രിസ്തുവിൽ നീങ്ങിപ്പോയ മൂടുപടം നമ്മളുടെ മുമ്പിൽ നിന്നൊന്ന് മൂടിപ്പോടാൻ കഴിയുന്നത്? എങ്ങനെയാ നമുക്ക് കഴിയുന്നത്? എങ്ങനെയാ കഴിയുന്നത്? പല പുസ്തകങ്ങളൊക്കെ വായിച്ച് നോക്കാറുണ്ട്. ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നതിനെതിരല്ല കേട്ടോ. പക്ഷെ പുസ്തകങ്ങളെല്ലാം നിങ്ങളുടെ ആത്മജീവിതത്തിൻ്റെ ഉത്തരങ്ങളാണെന്ന് കരുതുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പുസ്തകങ്ങൾക്കപ്പുറത്തുള്ള പരിഹാരങ്ങൾ പലപ്പോഴും നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ ആവശ്യമാണ്. ഏത് പ്രസംഗം കേട്ടാലും, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളുടെ പ്രസംഗം കേട്ടാലും, എത്ര പഠനം നടത്തിയാലും, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ഈ മൂടുപടം നീങ്ങി ക്രിസ്തുവിനെ കാണുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് സ്റ്റഡി ഓർ സ്കോളർഷിപ്പ്. പഠനത്തിൻ്റെയോ പാണ്ഡിത്യത്തിൻ്റെ ഒരു വിഷയമല്ല. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ഇത് ശിശുക്കൾക്കത്രേ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശിശുക്കളുടെ ശിശുതയുടെ കുറവാണ് പലപ്പോഴും നമുക്ക് പലതും ഗ്രഹിക്കാൻ കഴിയാത്തത്. എങ്ങനെ നമ്മുടെ മൂടുപടം മാറിക്കിട്ടുവാനായിട്ട് നമുക്ക് കഴിയും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഈ മൂടുപടം ഉണ്ടെന്ന് കാണാൻ കഴിയത്തില്ല. തിങ്ക്, ഏതെങ്കിലും വിധത്തിലൊന്ന് കളയാൻ പറ്റുമായിരുന്നു നമ്മളൊന്ന് കളയത്തില്ലേ? ഹൗ മെനി വാണ്ട്സ് ടു ലിവ് വിത്ത് ദ വെയിൽ? ഈ മൂടുപടവുമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ടെന്നാണ് വിചാരിക്കുന്നത്? എത്ര പേർക്ക് താല്പര്യമുണ്ട്? നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആർക്കാ സൗഖ്യം വേണ്ടത്? രോഗികൾക്കല്ലാതെ വൈദ്യന്റെ ആവശ്യമില്ല. അവ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുവൻ അവൻ്റെ പ്രശ്നം മനസ്സിലാകുന്നില്ലെങ്കിൽ അവന് രക്ഷയില്ലെന്നാ അതിൻ്റെ അർത്ഥം. ഇഫ് എ മാൻ ഡസന്റ് അണ്ടർസ്റ്റാൻഡ് ഹിസ് പ്രോബ്ലം, അവൻ്റെ പ്രതിസന്ധി, അവൻ്റെ പ്രശ്നം, അവൻ്റെ ആകാഴിക, അവൻ്റെ യഥാർത്ഥ ആവശ്യം മനസ്സിലാക്കുന്നില്ലെങ്കിൽ he has no solution. അവന് പരിഹാരങ്ങളില്ല. മൂടുപടമായിട്ടങ്ങ് നടക്കുക. പറയുന്ന എന്നാ? കാണത്തില്ലെങ്കിലും കർത്താവ് എൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്, കാണത്തില്ലെങ്കിലും കുഴി വീണ് കഴിഞ്ഞാൽ എന്നെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്, തെറ്റിപ്പോയാലും എന്നെ മടക്കിക്കൊണ്ടിരുന്നുണ്ട്. ദാറ്റ് ഈസ് നോട്ട് ദ ടൈപ്പ് ഓഫ് ലൈഫ് ഗോഡ് ഹാസ് കോൾഡ് യു. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന വിളി വീണാലും എഴുന്നേറ്റ് നടത്തിക്കും, കുഴി പോയി കഴിഞ്ഞാലും പൊക്കിയെടുക്കും. ദിസ് ഈസ് നോട്ട് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ വാഗ്ദാനം ഇതല്ല. യെസ്. എങ്ങനെയാണ് ഈ മൂടുപടം നീങ്ങുവാനായിട്ട് കഴിയുന്നത്? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. കർത്താവ് ഈ പറഞ്ഞിട്ടുണ്ടല്ലോ, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുവീൻ. അവ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ ഈ പെട്ടി ചുമക്കാനും ഒക്കെ അവിടെ ആളുകൾ അവർ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യല്ലേ? അവരെന്നാ ചെയ്യണം?
ഒന്ന് ഈ ഭാരം ഇട്ടേച്ച് കർത്താവിൻ്റെ അടുത്ത് ചെല്ലണം, അല്ലെങ്കിൽ ഭാരത്തോടുകൂടി കർത്താവിൻ്റെ അടുത്ത് ചെല്ലണം. എന്താ അതിൻ്റെ അർത്ഥം? ഈ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ആരാ? ഹെഡ് ലോഡ് തൊഴിലാളികളാണ്. ആരെ ഈ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും? അല്ലെ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്നവരാണ്. ഇറ്റ്സ് മച്ച് മോർ. കർത്താവ് ഇത് ആരെയാണ് അഭിസംബോധന ചെയ്തതെന്നറിയാമോ? നിയമസംഹിതയുടെ കീഴിൽ, അതിൻ്റെ ആചാരങ്ങളുടെ കീഴിൽ, അത് അനുവർത്തിക്കുവാൻ മനഃപൂർവ്വം ശ്രദ്ധിച്ചിട്ടും വിജയിക്കാൻ കഴിയാത്തവരുടെ കീഴിൽ, they were so much under pressure, under the weight of the law, they couldn't fulfill it. നിയമങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ അടിയിൽ അത്രമാത്രം സമ്മർദ്ദത്തിൽപ്പെട്ട് നിയമത്തിൻ്റെ നീതിയെ നിവർത്തിക്കാൻ കഴിയാതെ വണ്ണം എപ്പോഴും പരാജിതരായി ജീവിച്ച ഒരു ജനം. ഐ കാൺ മേക്ക് ഇറ്റ്. എന്നെ കൊണ്ടത് നടക്കുന്നില്ല, എന്നെ കൊണ്ടത് നടക്കുന്നില്ല. ഐ കാൺ മേക്ക് ഇറ്റ്. എനിക്കത് കഴിയുന്നില്ല. ഞാൻ ഈ വചനത്തിൽ വായിച്ചിരിക്കുന്ന ഭാര്യ എന്നുള്ള നിലയിൽ എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ദൈവിക വചനം സൗമ്യത, ശാന്തത, സൗമ്യത. സ്ത്രീകളെല്ലാം ഒന്ന് ഏറ്റുപറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓണക്കോടിയെക്കുറിച്ച് ചിന്തിക്കാതെ ഈ ഓണത്തിൻ്റെ സമയത്ത് നല്ല ഒരു സൗന്ദര്യത്തിൻ്റെ വസ്ത്രം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ പ്രാവശ്യം സിൽക്ക് സാരിക്ക് പകരം സൗമ്യതയുടെ ഒരു വസ്ത്രത്തെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജെന്റിൽനെസ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ബട്ട് ദിസ് ഡോണ്ട് വർക്ക്. ഇത് പ്രായോഗികമാകുന്നില്ല. ചിലർ അതുമായിട്ടങ്ങ് ജീവിക്കുക. ചിലർ കണ്ടില്ലേ വെച്ചുകിട്ടുമായിട്ട് ആയുഷ് വരെ ജീവിക്കുക. പല പേരുകളൊക്കെ പറയുമല്ലോ അതിന് പലതും. ബട്ട് there is no healing. സൗഖ്യം കിട്ടാത്ത നിലയിൽ നാം നമ്മുടെ മുഖച്ഛായ വചനത്തിലൊക്കെ കാണുന്ന സമയത്ത് അതിനുവേണ്ടി നാം എത്ര ആഗ്രഹിച്ചു, ഇറ്റ് ഡസൻ വർക്ക്. വി ആർ എ ഫെയിലിയർ. നാം പിന്നെയും പരാജയപ്പെട്ടു പോകും. ഈ വചനം കാത്തുകൊള്ളുവാൻ കഴിയാതെ who are under pressure and who are broken, നുറുങ്ങപ്പെടുന്നവർ, അകത്ത കരച്ചിൽ കൊണ്ട് നടന്നവർ. ലോർഡ്, ഐ വാണ്ട് ചേഞ്ച്. വാട്ട് ഈസ് എ വേ ഔട്ട്? ഇതെന്നുള്ള പരിഹാരം എന്താണ്? ആദ്യമൊക്കെ നോക്കും. ഞാൻ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ശ്രമിക്കും. എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കോ ഇനി ഒരിക്കലും ഞാനത് ചെയ്യത്തില്ല. ഞാൻ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഇനി ആവർത്തിച്ച് കഴിഞ്ഞ് ഞാൻ പറയാമെന്ന്. ഇറ്റ് ഡസന്റ് വർക്ക്. 100 times decisions. 100 പ്രാവശ്യ തീരുമാനങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. നിങ്ങളുടെ പ്രകൃതം തീരുമാനങ്ങൾ കൊണ്ട് മാറുന്നതല്ല. അങ്ങനെ നുറുങ്ങപ്പെട്ടിരിക്കുന്നവർ, കണ്ണുനീരുമായിട്ട് നടക്കുന്നവർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ദൈവരാജ്യം അങ്ങനെയുള്ളവർക്ക്. കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ, ദേ ബ്ലെസ്ഡ് എന്നാ പറയുന്നത്. അയ്യോ, ഞാൻ വളരെ കരഞ്ഞല്ലോ, വളരെ ദാഹിച്ചല്ലോ, ഇപ്പോഴും അത് വരുന്നില്ലല്ലോ. ഇറ്റ്സ് നോട്ട് ടിൽ ടൈം. ഇപ്പോഴും നിങ്ങൾ അവിടം വരെ എത്തിയിട്ടില്ല. ഐ കാൺട്ട് എനി മോർ ലിവ് വിത്ത് ഇറ്റ്. ഇതുമായിട്ട് എനിക്ക് ജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. അവിടം വരെയും നിങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്ക് ഇപ്പോഴും ന്യായം പറയാനുണ്ട്, കാരണം പറയാനായിട്ടുണ്ട്, മറ്റേയാളുടെ കുഴപ്പം പറയാനുണ്ട്. യു ആർ നോട്ട് സ്റ്റിൽ ദേർ. നിങ്ങൾ ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല. കം ടു ദാറ്റ് പോവർട്ടി ഓഫ് ദ സ്പിരിറ്റ്. ആ ആത്മാവില്ല ദാരിദ്ര്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ ഇല്ലായ്മയിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ യഥാർത്ഥ ആത്മീയമായിരിക്കുന്ന അരിഷ്ഠിത അവസ്ഥയിൽ നിങ്ങൾ നുറുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ക്രിസ്തുവിൽ മാറ്റപ്പെട്ടു പോയ ആ ഒരു മൂടുപടം നിങ്ങളുടെ മുമ്പിലും മാറണം. എന്തിന്? ക്രിസ്തുവിനെ നിങ്ങളെ കാണിക്കണം. ഞെരുങ്ങുന്നയാള്, സമ്മർദ്ദത്തിലായിരിക്കുന്ന ആള്, നുറുക്കത്തിലായിരിക്കുന്ന ആള്, നീതി നിമിത്തം വിശന്ന് ദാഹിക്കുന്ന ആള്, who pray with tears, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആള് എവിടം വരെ വരണം? ക്രിസ്തുവിനെ കാണിക്കുന്നിടം വരെ വരണം. And the Spirit is working. പരിശുദ്ധാത്മാവ് ആളുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നിങ്ങളുടെ കണ്ണൊന്ന് തുറന്ന് ഈ മൂടുപടമൊന്ന് മാറ്റി നിങ്ങളെ കാണിക്കേണ്ടതിനായിട്ട്.
till Christ is seen, you are not there. ക്രിസ്തുവിനെ കാണുന്നത് വരെയും, മൂടുപടം നീങ്ങി ക്രിസ്തുവിനെ കാണുന്നവരെയും നിങ്ങൾ എത്തേണ്ട ഒരു നിർണായക ഇടത്തേക്ക് വന്നിട്ടില്ല. ആമേൻ, ആമേൻ. നിങ്ങളുടെ എല്ലാ ആത്മീയമായിരിക്കുന്ന നല്ല ഉദ്യമങ്ങളും എല്ലാ നല്ല ആവശ്യങ്ങളും എല്ലാ നല്ല പ്രാർത്ഥനകളും എല്ലാ നല്ല ഉപദേശങ്ങളും നിങ്ങളുടെ കണ്ണുനീരും ക്രിസ്തുവിനെ കാണുന്നിടം വരെ വരണം. Till you see Christ, ക്രിസ്തുവിനെ കാണുന്നിടം വരെ വരണം. അപ്പോഴാണ് നിങ്ങൾ പറയുന്ന യുറേഖ. ഈ പണ്ടൊരു ശാസ്ത്രജ്ഞൻ ആർക്കിമിഡീസ് വിളിച്ചു പറഞ്ഞതുപോലെ, I saw it, I have found it. ഞാനിതാ കണ്ടെത്തിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ കടങ്കഥകൾ എപ്പോൾ വരെയാ? ഉത്തരം കിട്ടുന്നിടം വരെയോ? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കടങ്കഥയുണ്ടോ? നോ, യുവർ കൺഫ്യൂഷൻ ഈസ് ഗോൺ. യു ഹാവ് ദ വേ ബിഫോർ യു. യു ഹാവ് ക്ലാരിറ്റി ഫോർ തിങ്സ്. എവറിത്തിങ് യു സീ ഇൻ ദ ക്ലിയർ ലൈറ്റ്. എല്ലാം ഉത്തമ വെളിച്ചത്തിൽ വ്യക്തതയോടെ നിങ്ങൾ കാണാൻ കഴിയുന്നു ക്രിസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ. ദ നീഡ് ഈസ് ക്രൈസ്റ്റ്. ക്രിസ്തു കാണപ്പെടണം. ബട്ട് നോട്ട് മെനി ഹു വാണ്ട് ടു സീ ഗോഡ് ടു ദാറ്റ് എക്സ്റ്റെന്റ്. അവിടം വരെയും കാണുവാനുള്ള സത്യസന്ധത, ആവശ്യബോധം അനേർക്കും ലഭിക്കുന്നില്ല, ഉണ്ടാകുന്നില്ല. ബട്ട് യു ഹാവ് ദാറ്റ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവീൻ. കർത്താവ് തങ്കലേക്ക് വിളിച്ചു. ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തിൽ കർത്താവ് തങ്കലേക്ക് വിളിച്ചു. നിങ്ങൾ ഈ 7 ദിവസം വന്നു പോയല്ലോ, ഈ പരിപാടികളെല്ലാം അവിടെ നടത്തിയല്ലോ, ഇതെല്ലാം നടത്തിയേച്ച് അനുഗ്രഹം ഇല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിൽ ശൂന്യതയുമായി വലിയ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞേച്ച് പോകല്ലേ. നിങ്ങൾ പറയണേ, സ്റ്റിൽ മൈ നീഡ് ഈസ് നോട്ട് മാറ്റ്. ഇപ്പോഴും എൻ്റെ ആവശ്യകത നികത്തപ്പെട്ടിട്ടില്ല. കീപ് ദാറ്റ്. കർത്താവ് പറയുന്നു, കം ടു മീ. എൻ്റെ അടുക്കൽ വരണം. ക്രിസ്തുവിൻ്റെ ദർശനം അവിടേക്ക് എത്തുക എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. കർത്താവിനെ മുഖം മൂടി മാറി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ആ വെയിൽ മാറി കണ്ടു കഴിയുമ്പോൾ പുതിയ നിയമ ജീവിതത്തിൻ്റെ തുടക്കം അവിടെ ആയിരിക്കുന്നു. പുതിയ ജീവിതത്തിൻ്റെ അന്തസ്സത്തെക്കുറിച്ച് മനസ്സിലാകുകയായിരുന്നു. പുതിയ നിയമത്തിലുടനീളം നാം കർത്താവിനെ അറിയാനായിട്ടാണ് തുടങ്ങുന്നത്. ക്രിസ്തുവിൻ്റെ വെളിപ്പാടിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. എന്തൊക്കെ വായിച്ച് എന്തെല്ലാം പഠിച്ചാലും ഇതെല്ലാം കൂടെ കൂട്ടി എല്ലാം കൂടെ മനസ്സിലാക്കിയാലും, പണ്ടാരണ്ട് പറഞ്ഞ കഥ കേട്ട് കഴിഞ്ഞ് നായകൻ്റെ നായികയുടെ പേര് ചോദിച്ചിട്ട് പിടികിട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ ദൈവമക്കൾ ആണ്ടോടാട് കൂടി കൂടി ആഴ്ചോറും കൂടി വന്ന് അത് കേൾക്കുന്നു, ഇത് കേൾക്കുന്നു, അത് കേൾക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ട് പിടികിട്ടുന്നില്ല. This is true about you, my brother. എൻ്റെ സഹോദര, എത്ര വർഷം ഈ പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞു പോകും. സഹോദരി, എത്ര വർഷം ഈ അവ്യക്തതയിൽ പോയിക്കൊണ്ടിരിക്കും. When Christ is there, come for you. നിനക്ക് വേണ്ടി വന്ന് കർത്താവോടെ നിൽക്കുന്ന ഇടത്ത്, praise the Lord. ന്യായപ്രമാണത്തിൻ്റെ ആചാരങ്ങളിൽ, പതിവുകളുടെ ആചാരങ്ങളിൽ, കൂടിവരവുകളുടെ ആചാരങ്ങളിൽ ഇങ്ങനെ കൂടിത്തങ്ങി പൊക്കൊണ്ടിരിക്കുന്ന മതിയെന്നുണ്ടെങ്കിൽ Christ will never be revealed to you. ഒരിക്കലും ക്രിസ്തു നിനക്ക് വ്യക്തതയോടെ കാണുവാനായിട്ട് കഴിയത്തില്ല. Amen. How many wants? I want to see Christ. എനിക്ക് ക്രിസ്തുവിനെ കാണണം. എനിക്ക് ക്രിസ്തുവിനെ കാണണം. എനിക്ക് കേവലം വചനം പഠിച്ചാൽ പോരാ, നല്ലൊരു ക്രിസ്ത്യ ജീവിതം ജീവിച്ചാൽ പോരാ. I want to see Christ. I want to have the revelation of Christ. പുതിയ നിയമ ജീവിതത്തിലേക്കുള്ള പ്രവേശിക്കുക, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ക്രിസ്തുവിനെ കാണുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ്. പുതിയ നിയമ ജീവിതത്തിൻ്റെ പ്രവേശനം, ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. അതോട് ചേർന്ന് വരുന്നൊരു കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം. പരിശുദ്ധാത്മാവ്. നിയമങ്ങളും ചട്ടങ്ങളും ശരികളും തെറ്റുകളും ആത്മീയ കാര്യങ്ങളുടെ ഉത്തരങ്ങളുമായിട്ടെല്ലാം പഠിച്ച് അതനുസരിച്ച് അനുവർത്തി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു നല്ല വിശ്വാസി, എ ഗുഡ് ക്രിസ്ത്യൻ ലിവിങ് എ ഗുഡ് ലോ ഓഫ് ലൈഫ്, നല്ലൊരു ജീവിത പ്രമാണത്തിൽ ജീവിക്കുന്ന ഒരു നല്ല വിശ്വാസി. ഇങ്ങനെയുള്ള വിശ്വാസികളെ അടുത്തറിയുമ്പോഴറിയാം, they don't know one thing, they don't know the Holy Spirit. ഇങ്ങനെയുള്ള ഉത്തമരായിരിക്കുന്ന വിശ്വാസികൾക്കെല്ലാം അവരെക്കുറിച്ച് അറിയാൻ കഴിയുന്നൊരു കാര്യം എന്നാണെന്നറിയോ? പരിശുദ്ധാത്മാവിനെ അറിയില്ല.
അവർക്ക് നന്മതിന്മകളെക്കുറിച്ചറിയാം, ശരി തെറ്റുകളെക്കുറിച്ചറിയാം, നല്ല ജീവിത പ്രമാണങ്ങളെക്കുറിച്ചറിയാം, വിശ്വസ്തതയെക്കുറിച്ചറിയാം, ആത്മാർത്ഥതയെക്കുറിച്ചറിയാം, മറ്റുള്ളവരെ സഹായിക്കുന്നതിനെക്കുറിച്ചറിയാം. ദേ നോ ലോട്ട് ഓഫ് ലിവിങ് പ്രിൻസിപ്പിൾസ്. ജീവിതത്തിൻ്റെ അത്യന്ത ഉത്തമ പ്രമാണങ്ങൾ അവർക്കറിയാം. പക്ഷെ പരിശുദ്ധാത്മാവിനെ അറിയത്തില്ല. എന്താ കാരണം? ക്രിസ്തുവിൻ്റെ വെളിപ്പാടിലേക്ക് വന്നിട്ടില്ല. ക്രിസ്തുവിൻ്റെ വെളിപ്പാടിൽ ക്രിസ്തുവിനെ അറിയുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിനെ അറിയാൻ കഴിയുള്ളൂ. കേട്ടോ, ആർക്കെങ്കിലും നിങ്ങളെ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്താൻ കഴിയില്ല. എനിക്കും പറ്റത്തില്ല. ഒരു പുസ്തകത്തിനും ഒരു പ്രാസംഗിനും പറ്റത്തില്ല. ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയത് ആരാണ്? ശിഷ്യന്മാർക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പുരുഷാരത്തോട് ഒരിക്കലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞേയില്ല. ശിഷ്യന്മാരോടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത്. അതാര് പറഞ്ഞു കൊടുത്തു? യേശു ക്രിസ്തു പറഞ്ഞു കൊടുത്തു. ഓൺലി ക്രൈസ്റ്റ് ക്യാൻ പോയിന്റ് ടു ദ ഹോളി സ്പിരിറ്റ്. യേശു ക്രിസ്തുവിന് മാത്രമേ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്താൻ കഴിയുള്ളൂ. കാരണം പരിശുദ്ധാത്മാവ്, യേശു പരിചയപ്പെടാത്ത പരിശുദ്ധാത്മാവ് നമ്മൾ ധാരാളം കാണുന്നുണ്ട്. ചിലർക്ക് ചില കുലുക്കത്തിനകത്ത് പരിശുദ്ധാത്മാവ്, ചില ശബ്ദകോലാഹലത്തിനകത്ത് പരിശുദ്ധാത്മാവ്, ചില വികാര വിക്ഷേപങ്ങളിൽ പരിശുദ്ധാത്മാവ്, ചില വിറയലിനകത്ത് പരിശുദ്ധാത്മാവ്, പല രീതിയിൽ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ഫലവും ശക്തിയും അവരിൽ കാണുന്നില്ല. പരിശുദ്ധാത്മാവ് വരുന്ന ജീവിതത്തിൻ്റെ വ്യക്തതയും അതിൻ്റെ മഹത്വവും അതിൻ്റെ വളർച്ചയും അവരുടെ ജീവിതത്തിൽ കാണുന്നില്ല. പരിശുദ്ധാത്മാവിനെ ഏതാണ്ടായിട്ട് കാണും. പരിശുദ്ധാത്മാവിനെ യഥാർത്ഥമായിട്ട് അറിയണമെങ്കിൽ ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തുവിനെ മാത്രമേ പരിശുദ്ധാത്മാവിനെ നമുക്ക് തെളിയിച്ചു തരാനായിട്ട് കഴിയത്തുള്ളൂ. അതാണ് നാം അടുത്ത വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവ് ആത്മാവാകും. ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ആത്മാവാണ്. വായിക്കാം. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാം വളരെ തെറ്റായി നാം മനസ്സിലാക്കിയിരിക്കുന്നില്ല. കാരണം ക്രിസ്തു എന്ന വെളിപ്പാട് ലഭിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നാം എല്ലാം തെറ്റിച്ചാൽ മനസ്സിലാകും. ആത്മാവിടുത്തെ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എല്ലാവിധമായിരിക്കുന്ന കോലാഹവും സുബോധമില്ലായ്മയും ഒക്കെ കാണിച്ച ശേഷം അത് ആത്മാവാണെന്ന് പറയും. ഞാൻ പണ്ട് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. പാട്ടുകൾ മുഴുവൻ തെറ്റിക്കുകയാണ്, മുഴുവൻ സകലം തെറ്റിക്കുകയാണ്. പരസ്യമായൊരു യോഗം. ഞാനാ പാട്ടിൽ ഇരിക്കുന്നവരോട് പറഞ്ഞു, മുഴുവൻ താളവും തെറ്റുകയാണല്ലോ. എന്നോട് ചോദിച്ചു, അഭിഷേകം പ്രാപിച്ചാണോ എന്ന് ചോദിച്ചു. അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ മുഴുവൻ താളവും തെറ്റിയേ പോകത്തുള്ളൂ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. കുഞ്ഞെ, മുഴുവൻ താളവും തെറ്റിക്കിടക്കുക. നേരെയുള്ള താളം വേണമെങ്കിൽ പരിശുദ്ധാത്മ നിറവ് വേണം. ഇത് തിരിച്ചെല്ലാം തലതിരിഞ്ഞ് മനസ്സിലാക്കിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവുള്ളത് സ്വാതന്ത്ര്യമുണ്ട്. എന്താ ഈ സ്വാതന്ത്ര്യം? വേണ്ട പോലെ ജീവിക്കുവാനും. ദുസ്വാതന്ത്ര്യം ഉണ്ടെന്നല്ല ഈ പറഞ്ഞിരിക്കുന്നത്. ജഡത്തിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടെന്നല്ല ഈ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവുള്ള സ്വാതന്ത്ര്യം, ലിബർട്ടി, ഫ്രീഡം എന്നുള്ള വാക്കല്ല, ലിബർട്ടിയാണ്. തിരഞ്ഞെടുത്തു പോകുവാൻ, ശ്രദ്ധിച്ച് റൂട്ട് മാറി പോകുവാൻ, ലിബർട്ടി, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിലെല്ലാം റിജിഡാണ്. ദൈവമൊക്കെ അത് ചെയ്യാൻ പറ്റൂ. സാധാരണ നല്ല വിശ്വാസികളെ നാം നിർവചിക്കുന്നത് ഏറ്റവും നല്ല റൂൾ ബുക്കുമായിട്ട് ജീവിക്കുന്നവരാണ്. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് ദൈവമക്കൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇതിന് അനുവദനമുണ്ടോ, നല്ല റൂൾ ബുക്കുമായിട്ട്. റൂൾ ബുക്ക് ഇല്ലെങ്കിൽ പിന്നെ ഇതൊന്നുമല്ല. യേശുക്രിസ്തുവിൻ്റെ റൂൾ ബുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഈ യഹൂദന്മാർ ഇത്ര എതിർത്തത്. അതറിയാമോ? അവർക്ക് എല്ലാത്തിനും റൂൾ ബുക്ക് ഉണ്ടായിരുന്നു. കർത്താവ് ശബ്ബത്തിൽ രോഗിയെ സൗഖ്യമാക്കി, റൂള് തെറ്റിച്ചു. ശബ്ബത്തിൽ രോഗികളെ സൗഖ്യമാക്കിയത് റൂള് തെറ്റിച്ചു. ശിഷ്യന്മാരെ കതിര് പറിച്ചു തന്നു, ശബ്ബത്തിൽ റൂള് തെറ്റിച്ചു. പാപികളോട് ഭക്ഷണം കഴിക്കുന്നു. പാപിനിയായ സ്ത്രീ വന്ന് വിലപ്പെട്ട ആ തൈലം ഉടച്ചു കഴിഞ്ഞപ്പോൾ ഭക്തന്മാർ ഇതെന്നാ അബദ്ധമായി കാണിക്കും, ഇങ്ങനെയാണോ ഭക്തി? കണ്ടോ, ഇങ്ങനെ അത് ചെലവഴിക്കാമായിരുന്നു. എത്രയോ ദരിദ്രർ, എത്ര ആവശ്യക്കാരുണ്ട്, അത് വിറ്റ് അവർക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഐ നോ ഇറ്റ്, എനിക്കറിയാം ശരി എന്താണെന്ന്. പരിശുദ്ധാത്മാവുള്ളിടത്ത് എന്തുണ്ട്? ഈ പഠിച്ചു വെച്ചിരിക്കുന്നത് റൂളും മാറേണ്ടി വരും.
റൂൾ ബുക്ക് ഉള്ളവരെല്ലാം മടക്കി വെക്കേണ്ടി വരും. പരിശുദ്ധാത്മാവ് തന്നെ പ്രമാണമായി തീരുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് ലിബർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ there is someone to lead you. You can listen to him and walk. അവനെ ശ്രദ്ധിച്ച് നടക്കുവാനായിട്ട് കഴിയും. When you don't have the Holy Spirit, then you are with a rule book at best. നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലത് ഈ റൂൾ ബുക്കാണ്. പരിശുദ്ധാത്മാവില്ല, റൂൾ ബുക്കും ഇല്ലാത്തവരുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നേ ഇല്ല കേട്ടോ. അവരെ എൻ്റെ ഓഡിയൻസിൽ ഞാൻ ഇപ്പോൾ പെടുത്തിയിട്ടില്ല. കുറഞ്ഞ പക്ഷേ റൂൾ ബുക്ക് വേണം. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് പുതിയ നിയമത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. ആ മഹത്വത്തിലേക്ക് വരാൻ ദ എസെൻഷ്യൽ പേഴ്സൺ, നിങ്ങൾക്ക് അനിവാര്യനായിരിക്കുന്ന ആ വ്യക്തി ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ സംസർഗമാണ്. നോയിങ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. I decided today to do this. ഇന്ന് തുടങ്ങി ഇങ്ങനെ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. The Holy Spirit prompted me to do that. പരിശുദ്ധാത്മാവ് എന്നെ അതിന് ഉത്തേജിപ്പിച്ചു. Everything. Holy Spirit is a role. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് എന്തുണ്ട്? Amen. Hallelujah. അതുകൊണ്ടാണ് ഈ റൂളുമായിട്ട് നടക്കുന്നവർ, നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ആത്മീയൻ സകലത്തെയും, ആത്മീയൻ എല്ലാത്തിനെ കുറിച്ചും വ്യക്തതയുണ്ട്. താനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. റൂള് വെച്ച് നോക്കുന്ന ഒരാൾക്ക് ആത്മീയനെ മനസ്സിലാകുകയില്ല. ഇതന്നെ ഇങ്ങനെ ചെയ്യുന്ന ആത്മീയർ ഇങ്ങനെ ചെയ്യാമോ? They have questions. അതുകൊണ്ടാണ് കർത്താവിനെ തന്നെ ആർക്കും മനസ്സിലായില്ല. പൗലോസിന്റെ അപ്പോസ്തലത്വം ചോദ്യം ചെയ്യപ്പെട്ടത്. ആത്മീയരെ അനാത്മീയർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ആത്മീയൻ ആത്മാവിൽ ജീവിക്കുന്നവനാണ്. നമുക്ക് താഴോട്ട് വായിക്കാം. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. യെസ്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നോക്കണേ, പരിശുദ്ധാത്മാവിനെ നാം ഏറ്റവും അടുത്തറിയണം. ക്രിസ്തുവിന്റെ വെളിപ്പാട്, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നാം അനുഭവിക്കുമ്പോൾ, ആത്മാവിന് വിധേയപ്പെടുമ്പോൾ, ആത്മാവിനെ ശ്രദ്ധിക്കുമ്പോൾ, ആത്മാവിൽ നടക്കുമ്പോൾ, ആത്മാവിൽ ജീവിക്കുമ്പോൾ, ഈ ആത്മാവ് കൂടുതൽ നമ്മളെ പരിചയപ്പെടുത്തുന്ന ആരെയാണ്? ക്രിസ്തുവിനെയാണ്. ബൈബിൾ തുറന്ന് ക്രിസ്തുവിനെ കാണും, പ്രാർത്ഥനയിൽ ക്രിസ്തുവിനെ കാണും, ജീവിതത്തിലെ അനേക ഇടങ്ങളിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളുടെ നടുവിൽ ക്രിസ്തു എങ്ങനെ പ്രതികരിക്കുമായിരുന്നു നമ്മളെ കാണിക്കുന്നു. ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഓർപ്പിക്കുന്നു, ക്രിസ്തുവിൻ്റെ മനോഭാവം ഓർപ്പിക്കുന്നു. യേശുവിനെ നമുക്ക് കൂടുതൽ കൂടുതൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നു. കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടിയിൽ എന്ന പോലെ പ്രതിബിംബിക്കുന്നവരായി, ഈ ആസ് ഇഫ് ഇറ്റ് ഇൻ എ മിറർ, ഈ കർത്താവിൻ്റെ തേജസ്സിനെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത് ഒരു മിറർ ഇമേജ് പോലാണ്. നമുക്ക് കണ്ണുകൊണ്ട് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല, പക്ഷെ നമുക്ക് കർത്താവിനെ കാണാൻ കഴിയും. എവിടെ? ഇൻ ദ വേർഡ്, വചനത്തിൽ അക്ഷരങ്ങളുടെയും ഉപദേശരൂപങ്ങളുടെയും സാൻമാർഗ നിയമങ്ങളുടെയും ഒക്കെ അപ്പുറത്ത് ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ച് ദ ഹോളി സ്പിരിറ്റ് ഷോസ് us ക്രൈസ്റ്റ്. ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിൽ നിങ്ങൾ കർത്താവിലേക്ക് തിരിയുമ്പോൾ, വാട്ട് വുഡ് ജീസസ് ഡു, ജീസസ് ബി, കർത്താവ് എന്ത് ചെയ്യുമായിരുന്നു, കർത്താവ് എങ്ങനെയാകുമായിരുന്നു എന്ന് വചനത്തിൻ്റെ നേരിയ വ്യക്തത നമുക്ക് കിട്ടാം. കണ്ണാടിയിലെന്ന പോലെ ദ വേർഡ് ടു ബിക്കം ദ മിറർ, വചനം കണ്ണാടിയായി തീർന്ന് എപ്പോഴും കർത്താവിനെ തന്നെ കാണുക വചനത്തിൽ കൂടി. ബ്ലെസ്സഡ് ഹോളി സ്പിരിറ്റ്, മഹത്വാനായിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഹൗ വണ്ടർഫുൾ ടു ഹാവ് ഹോളി സ്പിരിറ്റ്, ഹിസ് ഫെലോഷിപ്പ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് എത്ര ഭാഗ്യകരമാണ്, എത്ര മഹത്വരമാണ്. ആമേൻ. നാം ഒരിക്കലും പറയത്തില്ല ഞാൻ ഒറ്റയ്ക്കാണ്. നാം ഒരിക്കലും പറയത്തില്ല പൊരുൾ തിരിച്ചറിഞ്ഞാൽ ഞാൻ എങ്ങനെ തിരിച്ചറിയും. നാം ഒരിക്കലും പറയില്ല പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ജയിലറുകളിൽ പാട്ടുപാടാൻ കഴിഞ്ഞത് അങ്ങനെയാണ്.
എതിർപ്പിന് നടുവിൽ പിന്നെയും എഴുന്നേറ്റ് പോയി വചനം സംസാരിച്ചത് അങ്ങനെയാണ്. ജീവിതത്തിലെ എല്ലാ ഞെരുക്കങ്ങളുടെയും നടുവിൽ പിന്നെ അതിൻ്റെ നടുവിൽ കൂടി വിജയകരമായി ജീവിച്ചു പോയത് അങ്ങനെയാണ്. പ്രത്യാശയുടെ ആത്മാവ്, വിശ്വാസത്തിൻ്റെ ആത്മാവ്, ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, എന്നിലുള്ള പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വലിയ അഭിവാഞ്ച നമുക്കുണ്ടായി വരട്ടെ. നമ്മുടെ റൂൾ ബുക്കിൻ്റെ എല്ലാ സ്ഥാനത്തപ്പുറത്തായിട്ട് ഹി ക്യാൻ ഷോ us ജീസസ്, യേശു ക്രിസ്തുവിനെ, പരിശുദ്ധാത്മാവിനെ കാണിക്കും. നമ്മുടെ കണ്ണു തുറന്നവനെ കാണും തോറും ഒരു ഭാഗത്ത് ക്രിസ്തുവിന് ഇതരമായിരിക്കുന്നവളെ കാണിക്കുകയും മറുഭാഗത്ത് ക്രിസ്തുവിലുള്ളത് നമ്മളെ കാണിക്കുകയും. വി ഗ്രോ ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. ക്രിസ്തുവിലെ തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിച്ച് വളർന്നു വരുവാനിടയായിത്തീരുന്നു. Praise the Lord. Praise the Lord. How should years matter to us? നമ്മുടെ വർഷങ്ങൾ എങ്ങനെ നമുക്ക് പ്രസക്തമായി തീരണം? There was a time I met the Lord. ഞാൻ കർത്താവിനെ കണ്ടു. A time when I sincerely followed the Lord. കർത്താവിനെ ആത്മാർത്ഥമായി ഞാൻ അനുഗമിച്ചു. A time I took the word seriously. വചനം ഞാൻ ഗൗരവപൂർവ്വമായിട്ട് എടുക്കാൻ തുടങ്ങി. A time I found I'm not able to fulfill. ഈ വചനത്തിൻ്റെ സത്യങ്ങൾ എനിക്ക് നിറവേറ്റാൻ കഴിയുന്നില്ല. ഐ എം എ ഫെയിലിയർ എന്ന് ഞാൻ കണ്ടു. ഞാനൊരു പരാജയം എന്ന് കണ്ടു. A time Holy Spirit took away the veil. ക്രിസ്തുവിനെ കാണേണ്ടതിന് എൻ്റെ മുഖം മൂടി മാറ്റി. A time Holy Spirit has become closer and closer. A time of fellowship. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയുടെ ഒരു കാലം വന്നിരിക്കുന്നു. Knowing the liberty of the Spirit. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നടക്കുന്ന ഒരു കാലം. Christian life onward and onward and onward. മുമ്പോട്ടുള്ള ക്രിസ്തീയത. A time seeing the glory of Christ. ക്രിസ്തുവിൻ്റെ മഹത്വം കാണുന്നു. A time from glory to glory. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് അവൻ്റെ പ്രതിമയെ കാണുന്നു, അവൻ്റെ സ്വരൂപം കാണുന്നു, അവൻ്റെ മുഖരൂപം കാണുന്നു. ആ സാരൂപ്യത്തിലേക്ക് ഞാൻ വളർന്നു. One life. എനിക്കൊരു ജീവിതമുണ്ട്. സ്വർഗത്തിൽ നിന്ന് നൽകിയ ജീവിതമുണ്ട്. പിതാവിൽ നിന്നുള്ളൊരു ജനനം എനിക്ക് നൽകിയിരിക്കുന്നു. പുത്രത്വത്തിൻ്റെ സ്വീകാരം എനിക്ക് കിട്ടിയിരിക്കുന്നു. വചനം എനിക്ക് നൽകിയിരിക്കുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ എനിക്ക് നൽകിയിരിക്കുന്നു. ജീവിതത്തിൻ്റെ മഹത്വം കർത്താവ് എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. താങ്ക് ഗോഡ് ഫോർ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനായി മഹത്വം കർത്താവേ. Thank God for the Holy Spirit. പരിശുദ്ധാത്മാവിനായി മഹത്വം കർത്താവേ. Thank for the blessed call and promises. അനുഗ്രഹിക്കപ്പെട്ട വിളിക്കും വാഗ്ദത്തത്തിനുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നഷ്ടപ്പെട്ടവനെ പോലെയും കിട്ടാത്തവനെ പോലെയും ദുഃഖിതനായും നിരാശവാനായും പ്രത്യാശയില്ലാത്തവനുമായിട്ട് ഞാൻ ജീവിക്കുകയില്ല. Holy Spirit is given. പരിശുദ്ധാത്മാവ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Christ is before me. യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ മഹത്വനായിട്ട് ഞാൻ കാണുന്നു. A life and call is before me. ഒരു വിളിയും ജീവിതവും എൻ്റെ മുമ്പിൽ കാണുന്നു. I am going to run my race. എൻ്റെ ഓട്ടം ഓടുവാൻ ഞാൻ പോകുന്നു. Hallelujah. Bible means this, church means this, spirituality means this. ആത്മീയത എന്ന് പറഞ്ഞാൽ എനിക്കിതാണ്. ബൈബിൾ എന്ന് പറഞ്ഞാൽ എനിക്കിതാണ്. സഭ എന്ന് പറഞ്ഞാൽ എനിക്കിതാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എനിക്കെന്താണ്? യേശുവിനെ പോലെ ആകണം. കൺഫോമിങ് ടു ദാറ്റ് ഇമേജ്. അവൻ്റെ സ്വരൂപത്തോടൊരുവരായിത്തീരണം. ലോകത്തിൻ്റെ അന്ധത, ലോകത്തിൻ്റെ നശ്വരത, ലോകത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ, അതിഭയാനകമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു. ലോകത്തിൽ പ്രത്യാശ തീർത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. There is no way. It's total darkness. മാർഗമറിയത്തില്ല. തീർത്തും അന്ധകാരം. But who are the lights in the world? ഈ ലോകത്തിൽ ദൈവം എന്ന് സ്ഥാപിച്ചിരിക്കുന്ന വെളിച്ചമാരാണ്. നിങ്ങൾക്ക് പറയാമോ? ഞാനാണെന്ന് പറയാമോ? It's me to be the light in this world. ഈ ലോകത്തിൽ ആയിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഞാനാണെന്ന് ആര് പറയും? Yes, I am the called one to be the light. ആ പ്രകാശം ഞാനാണ്. Amen. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിലേക്ക് വരിക. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നടക്കുക. ക്രിസ്തുവിന്റെ സാരൂപ്യത്തിലേക്ക് വളർന്നു വരിക. യേശു ക്രിസ്തുവിന്റെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തുക. അവന്റെ തലമുറയിൽ അവന്റെ സാക്ഷ്യം വഹിക്കുക. Amen. ഈ വചനത്താൽ കർത്താവ് നമ്മെ നടത്തുമാറാകട്ടെ.